കണച്ചേട്ടാ എന്നെടുക്കാ ഒരു പരിപാടി ഇല്ലേ? എന്നാ പൊന്നാനി വരെ പോയിട്ടോ. നമസ്കാരം. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മതവിഭാഗങ്ങളെയോ കുറിച്ചിട്ടല്ല. ഇത് ഞാൻ എൻ്റെ കേവല വിശ്വാസം വെച്ച് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ഈ വ്ളോഗ് നിങ്ങൾ എൻ്റെ വോയിസ് കേട്ട് തുടങ്ങുന്ന സമയം മുതൽ നിങ്ങളാരും നിങ്ങളുടെ സ്വന്തം മതത്തിനെ കുറിച്ച് ഏത് മതമായാലും ചിന്തിക്കരുത്. ഞാൻ എൻ്റെ ഒരു അറിവാണ്, പൊട്ടത്തരാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, വേറെ ഒന്നുമില്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പെൺകുട്ടികളിലേക്ക് അധിക ശ്രദ്ധ ചെലുത്താറുണ്ട്. അപ്പോൾ കുട്ടികളാണ് ശ്രദ്ധ എല്ലാവർക്കും വേണം. എന്നാൽ ഞാൻ പറയുന്നു 12 വയസ്സ് വരെ ഉള്ള ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇവിടെ പല കാരണങ്ങൾ ആണ്. ഇപ്പോൾ ഈ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ള കാര്യം സുന്നത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. മറ്റുള്ളൊന്നും ഇത് ദയവ് ചെയ്തിട്ട് ഇത് മതവിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തരുത് പ്ലീസ്. വീണ്ടും ഞാൻ പറയണം, ഇത് നിങ്ങൾ റിയാലിറ്റി ആയിട്ട് കാണുക മാത്രമേ പാടുള്ളൂ. ലോകത്തിലെ ഷെൽ വംശത്തിലുള്ള ജീവികൾ ഒഴികെ സകലമാന പുരുഷവർഗത്തിലുള്ള ജീവികൾക്കും അവരുടെ ലിംഗം പ്രത്യേകമായി ഒരു പ്രത്യേക രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഷെൽ വംശത്തിലുള്ളതല്ലാത്ത സകല സ്ത്രീജന്യ ജീവികൾക്കും ലൈംഗിക അവയവം ഓപ്പണാണ്. നിങ്ങൾ ചുറ്റുപാടുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ പുരുഷൻ്റെ ലൈംഗിക അവയവം സേഫായിട്ട് ഉടയതമ്പുരാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ സമയത്ത് മാത്രമേ പുറത്തേക്ക് വരേണ്ടതുള്ളൂ. എന്തുണ്ടെന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഇനി കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഞാൻ പറയാം. ചെമ്പരത്തിമുട്ട് പോലെ ആണ് ഒരു ആൺകുട്ടിയുടെ ലിംഗം വരുന്നത്. അത് ചെമ്പരത്തിപ്പൂമുട്ട്, നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂമുട്ട് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെയാണോ അതാണ്. പെൺകുട്ടികളെ ഏത് രീതിയിൽ ശുചിത്വം പാലിക്കണം എന്ന് മാതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിലധികം എഫേർട്ട് എടുത്തിട്ട് വേണം ആൺകുട്ടികളുടെ ശുചിത്വം പഠിപ്പിച്ചു കൊടുക്കാൻ. കാരണം ഇവർ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ താഴേക്കാണ് വരുന്നത്. കുറച്ച് തൊലിയിൽ പറ്റിപ്പിടിച്ചിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് കുഞ്ഞുനാളിൽ 4 വയസ്സ് 5 വയസ്സായി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് മൂത്രം വെച്ച് കഴിഞ്ഞാൽ ആ തുമ്പ് കുറച്ച് പിന്നിലാക്കി ആക്കിയിട്ട് അവിടെ കഴുകണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തേ പറ്റൂ. പെൺകുട്ടികളെ എന്തെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും പെൺകുട്ടികൾക്ക് ഇത്ര ആവശ്യമില്ല. ആൺകുട്ടികൾക്കാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. കാരണം ഈ തൊലിക്ക് പിന്നിൽ വരുന്നിട്ടുള്ള പിന്നീട് അവർക്ക് പ്രായപൂർത്തിയായതിന് ശേഷം ഉപയോഗപ്പെടുത്തുന്ന ലൂബ്രിക്കൻസ്, സെൽഫ് ലൂബ്രിക്കൻസ് ഉണ്ട് അവിടെ. ഇതാണ് നമ്മൾ ഈ തൊലി കട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ സാധനം ഇതിൻ്റെ അടുത്ത് പോവുക, പിന്നെ മരക്കഷ്ണാകുകയാണ്. ഒന്നും വിചാരിക്കരുത്, ഞാനിതിൻ്റെ ഒരു റിയാലിറ്റി പറയും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എൻ്റെ നെഞ്ഞത്തേക്ക് എടുക്കാൻ വരണ്ട. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ കഴുകണം. അതിന് തൊലി ഒരു ശകലം ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ആക്കിയിട്ട് അവിടെ
വെള്ളം ഒഴിച്ച് കഴുകണം. ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഒഴിച്ച് കഴുകണം. ഇതൊരു 10-12 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ആൺകുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തേ പറ്റൂ. കാരണം ഈ സാധനം വേർക്കില്ല. ഈ തൊലി ഇത് വേർക്കാറില്ല. ഈ സാധനം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേർക്കാറില്ല. എന്നാൽ ഇതിൻ്റെ ഈ ഭാഗം മുതൽ വേർക്കും. ശരീരത്തിൽ വേർക്കാത്ത 2 തൊലി മാത്രമേ ഉള്ളൂ. ഒന്ന് ചുണ്ടും ഒന്ന് പുരുഷ ലിംഗമാണ്. ബാക്കി എല്ലാ ഭാഗത്തും വിയർപ്പ് വരും. ഇനി ഇത് മുറിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ ഒരു സെൻറ്റിമീറ്റർ പോലും തൊലി കിട്ടൂല. കാരണം എല്ലാ തൊലിക്കും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. മുഖത്തുള്ള ഒരു തൊലി എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേർക്കും. അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പോലും എനിക്കറിയില്ല. പിന്നെയുള്ള ഒരു മാർഗ്ഗമാണ് മരിച്ച ശരീരത്തിൽ നിന്ന് തൊലി എടുത്തിട്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തൊലി ജോയിൻ്റ് ആവും. പക്ഷെ മറ്റുള്ള ലൂബ്രിക്കൻസ്, ഈ തൊലിക്ക് പിന്നിൽ വരുന്ന ലൂബ്രിക്കൻസ് ശരിക്കും ഈ തൊലിയുടെ തൊലി മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് നമ്മളെ ലവ് ചിഹ്നം പോലത്തെ ഒരു സാധനമാണ്. ഞാനിത് ഇങ്ങനെ പറയാൻ നാണക്കേടല്ല, ഒരു എന്താ പറയുക, ഇത് ചില ആളുകൾ മതവിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങ് അടിച്ചേൽപ്പിക്കുന്ന. അതല്ല കാര്യം. ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ലോകത്തിലെ പുരുഷവർഗത്തിലുള്ള എല്ലാ ജീവികളും എടുത്തോക്കോ, ഒരെണ്ണത്തിൻ്റെ പോലും ലിംഗം വെറുതെ കാറ്റ് കൊണ്ട് ഉണങ്ങിക്കിടക്കാറില്ല, മനുഷ്യരൊഴികെ. അത് ആ സമയത്ത് ലൂബ്രിക്കേഷനോട് കൂടിയിട്ട് പുറത്തേക്ക് വരും. അതും എന്തിനു വേണ്ടിയിട്ട് വരുമ്പോൾ, ലൈംഗിക ആവശ്യത്തിന് വരുമ്പോൾ മാത്രം ഇങ്ങനെ വരും. മൂത്രമൊഴിക്കാനുള്ള ആവശ്യത്തിനൊക്കെ വരുമ്പോൾ ലൈക്ക് ആസ് എലഫൻറ്റ്, ആ സമയത്തൊന്നും വരില്ല. പക്ഷെ അത് ഒരു സംയോഗ സമയത്താണെങ്കിൽ ആ ലിംഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ അഗ്രം അവർക്ക് പോലും അറിയാത്ത പ്രായത്തിൽ അഗ്രം കട്ട് ചെയ്തിട്ട് ഈ സാധനം ഉണക്കി വിടരുത്. നിങ്ങൾ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് കരഞ്ഞ് ഒരുപാട് രക്തം പുറത്തേക്ക് പോകും. ഇന്ന് നിങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ മേലിൽ നിന്ന് ഒരു തുള്ളി രക്തം നിങ്ങൾ കാണിച്ചു തരാറുണ്ടോ? നിങ്ങൾ പ്രസവിച്ച റൂട്ട് ക്ലിയർ അല്ല, അതുകൊണ്ട് അവിടെ പരുക്ക് പറ്റി ഞെരുങ്ങി ഒരു തുള്ളി രക്തം പുറത്ത് പോകാറുണ്ടോ? ഇല്ലല്ലോ. പൊക്കിൾ കൂടി വെട്ടുമ്പോൾ പോലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികളോട് ചെയ്യുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കണം. അവർക്ക് 18 വയസ്സാകുമ്പോൾ ഏത് മതത്തിലാവട്ടെ, മതവിശ്വാസം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ആ യൗവനത്തിലേക്ക് മാറുന്ന ആ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടട്ടെ. അല്ല, അവർ ക്ലിയറായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അതിന് പകരം അത്രയും ദൈവികമായിട്ടുള്ള ഈ ഒരു അവയവം ഇങ്ങനെ ചെയ്യരുത്, ദയവായി ചെയ്യരുത്. നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന എന്താണോ അതിലേറെ പഠിപ്പിക്കണം. അംഗശുചിത്വത്തിനെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ അതിന് പകരം തൊലി കെട്ടുകയില്ല. മലവിസർജനം ചെയ്യുന്ന സാധനം സ്മെല്ലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ? ചെവിയിൽ പഴുപ്പ് വന്ന് മണക്കും. ചെവി കട്ട് ചെയ്യാറുണ്ടോ? മൂക്കട്ട വരും, കട്ട് ചെയ്യാറുണ്ടോ? പിന്നെന്തിനാ നിങ്ങൾ ഈ തൊലി മാത്രം കട്ട് ചെയ്യണം സ്മെല്ലാണെന്ന് പറഞ്ഞിട്ട്? അപ്പം അതല്ലല്ലോ അതിൻ്റെ കാര്യം. ഇനി ഞാൻ ക്ലിയറായിട്ട് പറയാം, തൊലിയുള്ള ലൈംഗിക അവയവങ്ങൾക്ക് മാത്രമേ പൂർണ്ണ തോതിലുള്ള ഒരു ആണായാലും പെണ്ണായാലും ലൈംഗിക സംതൃപ്തി കിട്ടും. താങ്ക് യു.